നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ കത്തുന്ന വേനൽ ഒരു 30 സെക്കൻഡ് നേരം ഏതെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്ക് നിന്നുള്ള അവസ്ഥ? ചൂടും പൊടിയും ഒക്കെ ആയിട്ട് ആകെ നമ്മൾ വല്ലാതെ ആയിപ്പോവും, ജക്ക പുകയായിരിക്കും. പറഞ്ഞു വരുന്ന ഈ പൊരി വെയിലത്തും ഒരുപാട് മണിക്കൂർ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ തെരുവിൽ നിൽക്കുന്ന ട്രാഫിക് പോലീസിനെ കുറിച്ചാണ്. തിരക്കേറിയ പാതകളിലെ കുരുക്ക് നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. അവിടെയാണ് സേവന തൽപരരായ ഒരു കൂട്ടം ട്രാഫിക് വാർഡന്മാർ ട്രാഫിക് പോലീസിനെ സഹായിക്കാൻ നിരത്തിലുള്ളത്. കത്തുന്ന വേനൽ ചൂടിൽ കുടുംബം പോറ്റാൻ 10 മണിക്കൂറോളം ജോലി ചെയ്താൽ കിട്ടുന്നത് വെറും തുച്ഛമായ വേതനം. വെയിൽ സമയത്ത് നമ്മൾ മാക്സിമം ഓടി നടന്ന് വേർത്ത് ദേഹത്തൊക്കെ നല്ല വേർപ്പുണ്ട്, നല്ല ചൂടാണ്. മഴയത്തും വെയിലത്തും കുടയും ഇതുമൊക്കെ പിടിച്ച് ഓട്ടത്തിലാണ് എല്ലാ പേരും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഏർപ്പെടുത്തിയ റോഡിലെ പെയ്ഡ് പാർക്കിംഗ് സംവിധാനത്തിന്റെ വിജയത്തിന് യഥാർത്ഥ അവകാശികൾ ഈ ട്രാഫിക് വാർഡന്മാരാണ്. കത്തുന്ന വേനൽ ചൂടിലും ട്രാഫിക് നിയന്ത്രിക്കാൻ തിരക്കേറിയ നിരത്തുകളിൽ അവർ കർമ്മനിരതരാണ്. നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴാണ് വീണത് എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ഉറപ്പ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജോലി ചെയ്യണത്. വീഴുന്നാലും നമുക്ക് ഈ ജോലി ചെയ്തേ പറ്റൂ. കാരണം മറ്റൊരു ജോലിക്ക് ഞാൻ കയറിയിട്ട് തന്നെ 7 വർഷമാണ്. അപ്പം എനിക്ക് 52 വയസ്സ് ആയി. അപ്പം ഇനി ഒരു ജോലിക്ക് നമുക്ക് വേണ്ടി തേടി നടക്കാൻ പറ്റൂല. രാവിലെ തുടങ്ങുന്ന ഡ്യൂട്ടി അവസാനിക്കുക നേരമിരുട്ടി. തൊഴിൽ സുരക്ഷിതത്വം തീരെയില്ല. ഒരു ദിവസം ലഭിക്കുന്ന കളക്ഷനാണ് ദിവസ വരുമാനം, അതും 500 രൂപയിൽ താഴെ. റോഡിലെ ചൂടും വെയിലും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും പിന്നെ നമ്മളെ ജോലി ചെയ്തല്ലേ പറ്റൂ. സമയം ക്രമമൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്ന് വെച്ചാൽ ഈ സമയത്ത് പകൽ സമയത്ത് മാത്രമേ വണ്ടികൾ വരത്തുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ കയറി ഇങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്താലും കളക്ഷനെ ബാധിക്കും. കളക്ഷൻ കിട്ടാതിരുന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ഈ പിരിച്ചു കൊടുക്കുന്ന കളക്ഷനാണ് ഞങ്ങൾക്ക് സാലറി ആയിട്ട് തരുന്നത്. അപ്പം കളക്ഷൻ കുറയുന്നതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് സാലറി അത്രയും ലേറ്റായിട്ടാണ് കിട്ടുക. സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനമായ 600 രൂപ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. എന്നിട്ടും ആരോടും പരിഭവമോ പരാതിയോ ഇല്ല. ഈ വെയിൽ കൊണ്ട് 6 മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെ വെള്ളമൊക്കെ കുടിച്ചാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. അപ്പം 6 മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കൊടും വേനലിലും സുഗമമായി യാത്ര ഒരുക്കാൻ കഷ്ടപ്പെടുന്ന ട്രാഫിക് വാർഡന്മാർക്ക് മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ നോക്കാം. അവർ ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അവരവരുടെ കാര്യം നോക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ അങ്ങനെ സാലറി കിട്ടുന്നില്ല. അവർ ഈ വെയിലത്ത് ഈ ചൂടത്ത് ആരെങ്കിലും വർക്ക് ചെയ്യുമോ? അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ കാര്യം തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ചൂടും കാര്യങ്ങളും നമുക്കന്നെ സഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇത് നോക്കിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും. വളരെ കഷ്ടമാണ്. വെയിലത്തൊക്കെ വന്ന് ഇത്രയും പണിയെടുക്കുന്നില്ലേ, ഇത്രയും അതിൻ്റെ ശമ്പളം കൊടുക്കുന്നില്ല. അവരുടെ ഈ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് സർക്കാരിനെ കൊണ്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം. സർക്കാർ നോക്കേണ്ടതാണ്, സർക്കാർ നോക്കുന്നില്ല. ഇപ്പോഴത്തെ ജീവിതത്തിൽ പൈസയൊന്നും പോരാ. ഒരു കുടുംബം കഴിയണമെങ്കിൽ ഈ ശമ്പളമൊന്നും പോരാ. ജീവിക്കേണ്ട തുക ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കണം. എന്നാലല്ലേ ഇന്നത്തെ കാലത്ത് ഈ സാധാരണ വിലയിലെല്ലാം ജീവിക്കാൻ പറ്റുള്ളൂ.